കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് TV, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ കല്ലുവട്ടാങ്കുഴിയിൽ പ്രവർത്തിക്കുന്ന MCF വലിയ മരങ്ങൾ വീണതിനെ തുടർന്ന് പൂർണ്ണമായും തകർന്നു. സമീപത്തെ വനഭൂമിയിൽ നിന്ന് 3ഓളം മരങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ കാറ്റിലും മഴയിലും MCFന് മുകളിലേക്ക് വീണത്. മേൽക്കൂരയും തൂണും ഭിത്തികളും തകർന്ന MCFൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പലതവണ പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടിട്ടും അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ വനംവകുപ്പ് അധികൃതർ തയ്യാറാകാതിരുന്നതാണ് ഇപ്പോൾ കെട്ടിടം നശിക്കാൻ ഇടയാക്കിയതെന്ന് പഞ്ചായത്ത് അധികൃതർ ആരോപിച്ചു. രാത്രിയായതിനാൽ ഒഴിവായത് വൻ ദുരന്തമാണ്. പകൽ സമയങ്ങളിൽ ഹരിതകർമ്മസേന പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു. മരം വീണതിനെ തുടർന്ന് ഫോറസ്റ്റർ മുതൽ DFO വരെയുള്ള ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോഴെല്ലാം മറ്റുള്ളവരെ വിളിക്കെന്ന് പറഞ്ഞ് കൈയൊഴുകുകയായിരുന്നുവെന്നും വനംവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഉള്ളവരെ നേരിൽ കണ്ട് പരാതി നൽകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M സൈനബ ബീവി, വൈസ് പ്രസിഡന്റ് സാബു ഇബ്രഹാം തുടങ്ങിയവർ അറിയിച്ചു. ഇന്നലെ ഞങ്ങളുടെ MCFൽ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കല്ലുവട്ടാങ്കുഴിയിലെ MCFൽ അതിന്റെ 2 കെട്ടിടത്തിന്റെ മുകളിൽ കൂടി മെനഞ്ഞാന്ന് രാത്രിയിൽ കാറ്റും മഴയും ഉണ്ടായപ്പോൾ ആ മഴയത്ത് പുഴുത് ഒരു ഫോറസ്റ്റിന്റെ അവിടുത്തെ റിസർവ് മേഖലയിൽ നിന്ന് ഒരു വലിയ മരം പുഴുത് ഈ 2 ഷെഡിന്റെ മുകളിൽ കൂടി വീണ് ആ ഷെഡ് 2 കംപ്ലീറ്റ് ആയിട്ട് തകർന്ന് തരിപ്പണായി കിടക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ രാവിലെ അവിടെ തൊഴിലാളികൾ പോയപ്പോൾ കണ്ടതിന് ശേഷമാണ് അവർ ഞങ്ങളെ അറിയിച്ചത്. ഇത്രയും തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇത് പകൽ സമയത്ത് നടന്നിരുന്നെങ്കിൽ വലിയ അപകടം സംഭവിച്ച വലിയ ദുരന്തം ഉണ്ടായനായിരുന്നു. ഞങ്ങൾ കുറേ ദിവസങ്ങളായി ഫോറസ്റ്റുകാരെ രേഖാമൂലം നമ്മളിവിടെ പഞ്ചായത്തിൽ നിന്ന് അവർക്ക് മെയിൽ അയക്കുകയും കത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടും അവരാരും അത് മുറിച്ചു മാറ്റുന്നതിനോ അല്ലെങ്കിൽ അവിടെ വന്നൊന്ന് കണ്ടിട്ട് പോകുന്നതിന് പോലും തയ്യാറാവാതെ അവരുടെ അനാസ്ഥ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനാസ്ഥ കൊണ്ടാണ് ഈ മരം പുഴുത് വീണിട്ടുള്ളത്. എന്തായാലും ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ ഈ തൊഴിലാളികൾക്കാർക്കും ഒരാപത്ത് സംഭവിച്ചില്ല. രാത്രിയിലായതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളെല്ലാവരും പോയി ഇത് കണ്ട് ബോധ്യപ്പെട്ട് ഇവരെ ഫോറസ്റ്റ് അത് അഞ്ചൽ റേഞ്ചിന്റെ കീഴിലുള്ളതാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ അടുത്ത് അവരെ 5-6 വിളിച്ച് അവർ രാവിലെ എന്നോട് പറഞ്ഞത് അവിടുന്ന് കുറച്ച് താമസിച്ചാലും വരാം, വന്ന് നോക്കാം, ചെയ്യാന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അവരൊരു 12 മണിയായപ്പോൾ നമുക്ക് ഇന്നലെ ജാഗ്രതാ സമിതി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ വന്ന് ഞങ്ങൾ അതിന് മുന്നേ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഞാനും ഇവിടുത്തെ സൂപ്രണ്ട്, ഇന്നലെ സെക്രട്ടറി ASO അവർക്കൊക്കെ ട്രെയിനിങ് ആയിരുന്നു, അവരാരും ഇല്ലായിരുന്നു. വൈസ് പ്രസിഡന്റ് ഇവിടെ അടിയന്തരമായിട്ട് ചില ജോലികളുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഞാനും സൂപ്രണ്ടും കൂടെയാണ് അവിടെ പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് അവിടുത്തെ ആ രംഗം കാണുകയും ഞങ്ങൾ ഈ വിളിച്ച ഫോറസ്റ്റർമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ മുഴുവൻ പേരുടെ റേഞ്ച് ഓഫീസർമാരുടെ DFOയുടെ എല്ലാ നമ്പറുകളും ഓരോരുത്തരെ വിളിക്കുമ്പോൾ അവർ വേറെ നമ്പർ തരുക, ഞങ്ങളുടെ അല്ല ഇന്നാരെ വിളിയെന്ന് പറയും. ഞങ്ങൾ അവരെ എല്ലാം വിളിക്കുക. ഞാൻ നിരന്തരം എൻ്റെ ഫോൺ പരിശോധിച്ചാൽ അറിയാം ഇന്നലെ രാവിലെ 9:30 തൊട്ട് 11:30 മണി വരെ എത്ര ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചെന്ന്. എല്ലാവരും കൈ കഴുകുക ചെയ്യുന്നത് ഞങ്ങളുടെ അല്ല എന്ന്. ഇന്നലെ എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇന്നലെ ഒരു ദിവസം മൊത്തം ഇതിനുവേണ്ടി പ്രതീക്ഷിച്ചത് അവരാരെങ്കിലും വരും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ്. ഒന്നുമില്ലെങ്കിൽ ഇതൊന്നും കാണാമെങ്കിൽ ഇന്നലെ അഞ്ചൽ റേഞ്ചിൽ നിന്ന് അവർ 2-3 ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിട്ട് അവർ വന്ന് നോക്കിയിട്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ അല്ല എന്ന്. ഞാനന്നേരം അവിടെ നിൽക്കുക. സത്യത്തിൽ ഇന്നലെ വൈകുന്നത് വരെ ഞങ്ങൾ ഇതിൻ്റെ പുറകെയായിരുന്നു. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ലാത്തൊരവസ്ഥ ഉണ്ടായത് ഞങ്ങൾക്ക് അങ്ങേയറ്റം വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഈ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് ഇത് സമൂഹത്തിലൊന്ന് അറിയിക്കണം, പൊതുജനങ്ങൾ ഇത് അറിയണം. ഇങ്ങനെയാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ രീതി ഇതാണെന്നുള്ളത് അറിയണം. അവർ എന്താണ് ഇത് ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഇത് ആരാണ് ഇതിൻ്റെ രക്ഷകർത്താവെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആ മരം അതിൻ്റെ മുകളിൽ തന്നെ കിടക്കുകയാണ്, മുറിച്ച് മാറ്റിയിട്ടില്ല, അവിടെ അതുപോലെ കിടക്കുന്നത് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഇതിന് അടിയന്തരമായി ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളിത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് പഞ്ചായത്തിന്റെ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ. നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങൾ അവിസ്മരണീയമായ ഒരു ചരിത്രമാക്കി മാറ്റുവാൻ പ്രൗഢിയുടെ പര്യായമായ വെഗനി കൺവെൻഷൻ സെന്റർ, അഞ്ചൽ. ഏതു വലിയ ആഘോഷങ്ങൾക്കും അനുയോജ്യമായ വിശാലമായ സ്റ്റേജുകൾ, ലോകോത്തര നിലവാരത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി, 2 ഏക്കറോളം വരുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം, കൂടാതെ പ്രൈം ലൊക്കേഷനും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഇവന്റുകൾ ഞങ്ങൾ ഒരുക്കുന്നു. വെഗനി കൺവെൻഷൻ സെന്റർ, മാർത്തോമ പള്ളിക്ക് എതിർവശം, കണ്ണൻകോട്, അലയമൺ, അഞ്ചൽ.